ഞാൻ പറഞ്ഞെന്താ, ഞാൻ കണ്ട കാര്യമാണ്. വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വളരെ ക്ഷീണിതയായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് ഞാൻ കാണുമ്പോൾ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പോലീസാണ് കണ്ടത്. ഞാൻ എന്റെ സ്റ്റാൻഡ് അന്നും അങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു. ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിന് അത്രയും പെൺകുട്ടികളില്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിന്റെ ആൺകുട്ടികളാണോ ചാടിയെടുക്കേണ്ടത്? അവർക്ക് പെൺകുട്ടികളില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത? അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ സ്കഫ്ലിംഗിൽ നടന്നതായിരിക്കാം. അവരവശയായിരുന്നു. ആയുധമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ സ്കഫ്ലിംഗിലുണ്ടായ അവരുടെ അവശതയും മറ്റുമാണ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചത്. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ സമരക്കാരൻ കൈയേറ്റം ചെയ്തു, കഴുത്തിന് പരിക്ക്. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ആയുധമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ സ്കഫ്ലിംഗിലുണ്ടായ അവരുടെ അവശതയും മറ്റുമാണ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ്. അടിപൊളി. അങ്ങ് ഇടപെട്ടതോടെയാണല്ലോ അതിന് നേരത്തെ 1ാം പ്ലാറ്റ്ഫോമിൽ നടന്ന പ്രശ്നം കുഴപ്പമില്ലാതെ പിന്നീട് 3ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാനായി മന്ത്രി വരുന്നു. പിന്നീട് അതിനെ രാഷ്ട്രീയമാക്കി മാറ്റിയത് അങ്ങയുടെ ഇടപെടലാണ് എന്നാണ് KSUക്കാരൊക്കെ വിമർശിക്കുന്നത്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസർ. അവരവശയായിരുന്നു. അവിടെ ഉണ്ടായ ഒരു റൊക്കസ്, അവിടെ വേണമെങ്കിൽ ഒരു സ്കഫ്ലിംഗ് നടന്നു. അതിന്റെ ഭാഗമായി ഉണ്ടായ പരിക്കെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. തൽക്കാലം ഇത്രയും മതി.